നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. ഒരു മത്ത് പിടിച്ച അവസ്ഥ എല്ലാവരും സിനിമയുടെ പേര് അല്ല കാണുമ്പോ ഐതർക്കൊക്കെ മത്ത് പിടിച്ചു തോന്നുന്നത്. അപ്പൊ ടിനിയുടെ മുഖത്തേക്ക് ആക്കാനുള്ള പരിപാടിയാണ്. മത്തടിച്ചിട്ടായിരിക്കണം ആക്കാനുള്ള പരിപാടിയല്ലേ? അതെ, ടിനിയുടെ മുഖത്തേക്ക് വയ്ക്കേ. അല്ല എന്ത് മത്താ പറയും? ആ സിനിമയുടെ മത്ത് പിടിച്ചു. ആ കറക്റ്റ്. അല്ല എന്താ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് സിനിമയുടെ മത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പേര് പോലെ തന്നെയായിരിക്കും ഈ സിനിമ കാണുമ്പോൾ നമുക്കിത് എന്താണെന്ന് ചിന്തിച്ച് നടക്കാൻ പറ്റും അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ സിനിമയുടെ ഒരു ഗെറ്റപ്പും പോസ്റ്ററുകളൊക്കെ കണ്ടിട്ട് ഇന്ന് വരെ കാണാത്ത രീതിക്കുള്ള അഭിനയ മികവുകൾ ടിനിയും സന്തോഷവും ഒക്കെ കാഴ്ചവെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അത് പറയേണ്ടത് ഇനി പ്രേക്ഷകരാണ്. ഇപ്പോൾ പറയാൻ അവസരം ഡയറക്ടറാണ്. തീർച്ചയായിട്ടും പറയൂ. മത്ത് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മത്ത് താങ്കളിപ്പോൾ പറഞ്ഞ മത്ത് ആണ്. പക്ഷേ അതിലൊരു ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ട്. അതിൽ മത്ത് എന്ന് പറയുന്ന സംബന്ധം നമ്മൾ ഈ പുരുഷന്മാർ എല്ലാ പുരുഷന്മാരും അല്ല, കുറച്ച് ആളുകൾ ചില ആളുകൾ ആലോചിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പെണ്ണുങ്ങൾ, ഈ സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പേശീബലം കൊണ്ട് അവർ നമ്മുടെ അടിമകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരം മത്തുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മുടെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ നമ്മൾക്ക് താഴെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ ഈ അടുത്തിടെയായി അല്ലെങ്കിൽ ചിലപ്പം പഴയ കാലം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഒരേ സമയം തന്നെ താങ്കൾ പറഞ്ഞ ഈ മത്തും ഇല്ല, എന്നാൽ താങ്കൾ ഉദ്ദേശിച്ച മത്ത് ലഹരി, ഈ മത്തുണ്ട്. ആ ലഹരിയും ഞാൻ ഈ പറഞ്ഞ ഈ പേശി ബലത്തിന്റെ അല്ലെങ്കിൽ ആണത്തത്തിന്റെ ഒരു മത്തും അതിങ്ങനെ പാരലായിട്ട് ഒരു റൂട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ സിനിമയിലൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ ഈ പേരിലേക്ക് എത്തിയത്. അതെ അല്ലേ? ലെറ്ററിംഗിൽ തന്നെ ഉണ്ട് സ്ത്രീയുടെ ഒരു മുഖം വരുന്നുണ്ട്. അല്ലേ? ഉണ്ട്. സ്ത്രീയുടെ മുഖമുണ്ട്, ഒരു പുരുഷന്റെ മുഖമുണ്ട്, പുറംതിരിഞ്ഞ് നിൽക്കുന്ന വേറൊരു പുരുഷന്റെ മുഖമുണ്ട്. ആരാ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആരാണ് ഒരു ചോദ്യമാണ്. പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഇതെല്ലാം ഞാൻ പറയട്ടെ, ഇപ്പൊ ഹൈദരാലിയിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, അല്ല ഞാൻ കാര്യം ഉദാഹരണത്തിന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഭാര്യ എടുത്ത് അതിന് ചായ എടുക്കടിയെന്ന് പറയും. തിരിച്ച് ഭാര്യ ഒരു ദിവസം പറയും ചായ എടുക്കടാന്ന് പറയും. 2ാം ദിവസം നിങ്ങൾ സമ്മതിക്കോ ചായ എടുക്കടാന്ന് പറഞ്ഞാൽ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ്. അതെന്താണ് പറ്റാത്തത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന കാലഘട്ടം ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാണിക്കുന്നു ഈ സിനിമയിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാ വീട്ടിലുള്ളതാണ്. അതെ. എനിക്കൊരു ഉദാഹരണം, പക്ഷെ പുറത്ത് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് പുറത്ത് പറയുന്നത് ഇതിലൂടെയാണ് പറയുന്നത്. ഇതുവരെയായിട്ടും പറയാത്ത ചിലപ്പോൾ അയാൾ ഒന്നല്ല. കാരണം വെച്ചാൽ ഞാൻ ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ 1, 2, 5, 10, 1000 വേറെ 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 സാഹചര്യത്തിനനുസരിച്ചിട്ട് സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ മുഖങ്ങൾ മാറുന്നു. അപ്പം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് ഒരാൾ ഒന്നല്ല. മനസ്സിലായി? അപ്പോൾ അതാണ് ഈ സിനിമ പറയുന്ന അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സാധനം ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിജീവി ജാട സംഭവങ്ങളുള്ള ഒരു സിനിമയല്ല. എല്ലാവരും കാണേണ്ട വളരെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം പാരലായിട്ട് അത് ഞാനിപ്പോൾ പറയുന്നത് ഇത് എഴുതിയ ആൾ എന്നുള്ള രീതിയിലുള്ള ട്രാക്കിലുള്ള സംഭവമാണ് പറയുന്നത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം ഞാൻ കാണുന്നതും ഹൈദർക്ക കാണുന്നതും ടിനിച്ചേട്ടൻ കാണുന്നതും സന്തോഷേട്ടൻ കാണുന്നതും സിനിമകൾ കാണുമ്പോൾ പോലും നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാനിത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ആലോചിച്ചൊരു സംഭവം ഇതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്നിൽ ഒരാളെ എനിക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇനിയിൽ ഒരാളെ എനിക്ക് കാണാൻ പറ്റും. സന്തോഷമുള്ള ഒരാൾ അല്ല, അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുമ്പോഴാണ് സിനിമ നമ്മളിലേക്ക് അടുക്കുന്നത്. അങ്ങനെ എല്ലാ പ്രേക്ഷകർക്കും അങ്ങനെ ആയി തീർന്നാൽ സിനിമയുടെ ഒരു വിജയം ഉണ്ടാകും, മാറ്റമില്ല. ഇനി ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്തരമൊരു സബ്ജക്ട് ചെയ്യാം എന്ന് തോന്നാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. ഒന്ന് ഞാൻ ഇത് ചോദിച്ചത്, എന്നെ വെച്ചിട്ട് ഇറക്കിയാൽ ഇപ്പൊ ഒരാളും വീട്ടിൽ നിന്ന് ഇന്ന് ടിനി ടോമിന്റെ സിനിമ ആണ് തേച്ച് ഷർട്ടിട്ട് ആരും വരില്ല എന്ന് എനിക്കറിയാം. ഉള്ള സത്യം പറയാമല്ലോ. ഈ സബ്ജക്റ്റ് അത് ഡിമാൻഡ് ചെയ്താലേ ആൾക്കാർ വന്ന് കാണുള്ളൂ.
ഞാൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്, പരാജയങ്ങളും വിജയങ്ങളുടെ കൂടെ ഒക്കെ നിന്നിട്ടുള്ളതാണ്. എന്നാൽ വിജയത്തിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട സിനിമകളിലായിരിക്കും നിന്നേക്കണം, അതിൻ്റെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിരളമായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ തന്നെ ഒരു 5-6 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള. പക്ഷേ അതിൽ ഏറ്റവും മികച്ചത് ഇതെന്ന് ഞാൻ പറയുന്നതല്ല, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഇത് ഇത്തിരി റിസ്കി എലമെൻ്റാണ്. ഇത് യഥാർത്ഥത്തിൽ എന്നെ അല്ല കാസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു വേഷം വരുമ്പോൾ ആ നടന് പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ തന്നെ ഒരു 10 പ്രാവശ്യം ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം എൻ്റെ എത്തിക്സിന് ചേർന്നാണെന്ന് വെച്ചാൽ അല്ല. അപ്പം ഇത്ര എത്തിക്സ് അല്ലാത്തത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം വരാം. എനിക്ക് വിവാദം ഉണ്ടാകാം, പല വിമർശനങ്ങളും ഉണ്ടാകും. കാരണം നിങ്ങൾ ഇതുപോലത്തെ സബ്ജക്റ്റ് ചെയ്യരുതായിരുന്നു പറയും. ഇത് ഞാനല്ല, ഇതൊരു കഥാപാത്രമാണ്. ഇതിൽ ഞാൻ കള്ളടിക്കുന്നുണ്ട്, കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഇപ്പം ജോർജ് സാറിൻ്റെ ആൻ്റണി എന്ന് പറഞ്ഞ പടത്തിൽ ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കയറിയിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്ററാണ് കാണുന്നത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. ഞാൻ നോക്കിയപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ വടക്ക് സേവിയറിനെ പിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്താ കഥാപാത്രം അങ്ങോട്ട് വരും, നീ മയക്കുമരുന്ന് കച്ചവടക്കാരനാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ജീവിതമായിട്ട് ബന്ധമില്ല, പക്ഷെ ആ സിനിമയിൽ കഥാപാത്രമായി മാറാണ്ട് പറ്റില്ലല്ലോ. അപ്പം എന്താണ് ഞാൻ പെണ്ണുപിടുത്തക്കാരനും മറ്റും ഇതൊക്കെയാണ് അതിൻ്റെ അത്. അപ്പം അങ്ങനെ ഒരു കാസ്റ്റിംഗ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. സാറെന്താണ് നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ വന്നപ്പോഴും എൻ്റെ ജീവിതത്തിലെ എത്തിക്സ് ആയിട്ട് ചേരാത്തൊരു കഥാപാത്രമാണ്. അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നാടകം കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പക്ഷേ ഇത് ചില ആൾക്കാർ ഇതുപോലത്തെ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്ന് തള്ളിവിടാൻ പറ്റാവുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത്രയും റിസ്കി എലമെൻ്റ് ഉള്ളൊരു സാധനം എടുത്ത് ചെയ്യുക. ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ മമ്മൂക്കേനെ പോലെ ഒരാളെടുത്ത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മാസപ്പടം ചെയ്താൽ പോരെ, കാശും കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ തള്ളിക്കയറും. പക്ഷെ അതുപോലത്തെ ഒരു എലമെന്റ് ഞാൻ അത് ഇതായിട്ട് താരതമ്യം ചെയ്തല്ല കേട്ടോ. ഇപ്പൊ തന്നെ ഹൈദരാലി പറയും ടിനിട്ടോ മമ്മൂക്കയുമായി അല്ല, അതിനിപ്പോ ഈ അടുത്ത് എനിക്ക് ഹെഡ്ലൈൻ നിങ്ങളെയാണല്ലോ കാതലുമായിട്ട് സമയം ചെയ്ത് ടിനിട്ടോ എന്ന് പറയേണ്ടി വരുമല്ലോ, പറഞ്ഞ വാക്കല്ലേ, വേറെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പറഞ്ഞത് തന്നെയല്ലേ, പറഞ്ഞത് തന്നെയല്ലേ മമ്മൂക്ക. പക്ഷെ അത് കോണ്ടസ്റ്റ് പറയുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് ആളുകൾ ഓപ്പൺ ചെയ്ത്. പക്ഷെ നിങ്ങളുടെ ഹെഡ്ലൈൻ അങ്ങനെയല്ലോ ആൾക്കാർ വായിക്കപ്പെടുക. എന്ത് ഹെഡ്ലൈൻ ഇടണം അതിന്? ആ കണ്ടന്റിന് ഹെഡ്ലൈൻ അല്ല, ആ കണ്ടന്റ് നമ്മൾ മത്തിനെ കുറിച്ച് പറയില്ല, കട്ടിടണല്ലോ എനിക്ക് അതിന്റെ ഒരു ഹെഡ്ലൈൻ അല്ല. മമ്മൂക്കയെ പോലത്തെ ഒരു ആക്ടർ ഈ ഒരു ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പോഴും നല്ല നല്ല ക്യാരക്ടേഴ്സിനെ, കഥാപാത്രങ്ങളെ തേടി പോകുന്നു. അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ റോൾ മോഡലാണ് മമ്മൂക്ക. അപ്പോൾ ടിനിയെ പോലുള്ള ആളും ആ ഒരു റോൾ മോഡൽ നോക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ അതിനകത്ത് അവിടുത്തെ ഒരു തമ്പിട്ടോട്ടെ, വേണ്ട മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടിയെ പോലെ ആകാറില്ല. അതെങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചിട്ട് അതെ നമ്മൾ റോൾ മോഡൽ ആയിട്ട് എടുക്കുമ്പോൾ